بسم الله الرحمن الرحيم. ألم تر إلى ربك كيف مد الظل ولو شاء لجعله ساكنا ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഖുർആൻ പദം 1214 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 45 മുതൽ 47 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദൽ ളിൽ വലൗ ശാഅ ലജഅലഹു സാകിന ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا. صدق الله العلي العظيم. سورة الفرقان 45 മുതൽ 47 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. രണ്ട് വ്യത്യസ്തങ്ങളായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ അല്ലാഹു നമ്മുടെ ശ്രദ്ധയിലേക്കായിട്ട് കൊണ്ടുവരികയാണ് ഈ ആയത്തുകളിൽ. നടന്നു വരുന്ന ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അഭിസംബോധന ചെയ്തിരുന്ന സമൂഹം കാണിച്ചിരുന്ന നിഷേധ നിലപാടും നിഷേധികളായ മക്കയിലെ ആളുകൾ സ്വീകരിക്കുന്ന അവരുടെ നിലപാടും ധാർഷ്ട്യവും ഒക്കെ തന്നെ എത്ര ബുദ്ധിശൂന്യമാണ് എന്നതുമൊക്കെയാണ് നമ്മൾ പിന്നീട് ആയത്തുകളിൽ അള്ളാഹു പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അവര് കേൾക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാണോ താങ്കൾ കരുതുന്നത്? ഇൻഹും ഇല്ലാക്കല്ല ഞാൻ, അവര് കന്നുകാലികളെ പോലെ മാത്രമാണ്. ബൽഹും അദല്ലു സബീല, എന്നല്ല, കന്നുകാലികളെക്കാൾ മോശമായ അവസ്ഥയിലാണ്, പിഴച്ചവരാണ് എന്നാണ് തൊട്ടു മുമ്പുള്ള ആയത്തില് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അവര് സ്വന്തം ഇച്ഛയെ, സ്വേച്ഛയെ അല്ലെങ്കിൽ ദേഹേച്ഛയെ ഒക്കെ ഇലാഹായി സ്വീകരിച്ച ആളുകളാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തം ആഗ്രഹാഭിലാഷങ്ങളെയും അധമമായ അവരുടെ മനസ്സിലെ തോന്നലുകളെയും ഒക്കെ വലിയ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് അവയുടെ അടിമകളായി മാറിയിട്ടുള്ള ആളുകളാണ്. കാര്യങ്ങളെ വേണ്ട വിധത്തില് കേട്ട് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ബുദ്ധിപൂർവകമായി ശരിയായ തീരുമാനങ്ങളും നിലപാടുകളും സ്വീകരിക്കുന്നവരല്ല. മറിച്ച് ബുദ്ധിശൂന്യമായി വളരെ യാന്ത്രികമായി മാത്രം പ്രവർത്തിക്കുന്ന കന്നുകാലികളുടെ നിലവാരത്തിൽ അല്ലെങ്കിൽ അതിനേക്കാളും മോശമായ അവസ്ഥയിലാണ് ഈ ആളുകൾ ഉള്ളത് എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. കന്നുകാലികൾ എന്തെങ്കിലും മോശമുള്ള ആളുകളെ അല്ലെങ്കിൽ സൃഷ്ടികളായതുകൊണ്ടല്ല. കന്നുകാലികളെ എന്തിനു വേണ്ടിയാണോ അള്ളാഹു സൃഷ്ടിച്ചത് ആ ആവശ്യത്തിന് ഏറ്റവും അനുയോജ്യൻ തന്നെയാണ് കന്നുകാലികൾ. എന്നാൽ മനുഷ്യര് വിശിഷ്ടമായ ബുദ്ധിയൊക്കെ നൽകപ്പെട്ടിട്ടുള്ള
കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവും പ്രാഗൽഭ്യവും പ്രതിപാദനത്വവും ഒക്കെ നൽകപ്പെട്ടിട്ടുള്ളവരാണ്. അവര് കന്നുകാലികളെ പോലെ ബുദ്ധി പ്രയോജനപ്പെടുത്താത്ത വിധത്തിലുള്ള നിലപാടുകളൊക്കെ സ്വീകരിക്കുന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വിഷയം. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച മൂന്നായത്തുകൾ, ഇതില് ഒന്ന് രണ്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്കാണ് അള്ളാഹു നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇവിടെ നടന്നു വരുന്ന ചർച്ചയുമായിട്ട് വളരെ ചേർത്തു വെക്കാവുന്ന വിധത്തിൽ തന്നെയുള്ള ഒരു ബന്ധം ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട വിവരണത്തിനുണ്ട് എന്നത് നമുക്ക് സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയാൽ കാണാൻ സാധിക്കും. ഈ ആയത്തുകൾ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. അലം തറ ഇല റബ്ബിക കൈഫ മദ്ദല്ലില്ല വലൗ ശാഅ ലജഅലഹു സാക്കിന. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ചോദ്യം ഉന്നയിക്കുന്ന പോലെയാണ് ഈ വാക്കുകൾ. അലം തറ, പ്രവാചകരെ താങ്കൾ കാണുകയുണ്ടായില്ലേ, കണ്ടില്ലേ? ഇലാ റബ്ബിക, നിന്റെ നാഥൻ ചെയ്ത ഒരു കാര്യം. കൈഫ മദ്ദല്ലില്ല, നിഴലുകളെ അവൻ എങ്ങനെയാണ് നീട്ടിപ്പരത്തുന്നത് എന്ന്. നിഴലുകള് നീണ്ടു വരുന്ന വിധത്തിലായി മാറുന്നത് എങ്ങനെയാണ് നിന്റെ റബ്ബ് അതിനെ സംവിധാനിക്കുന്നത് എന്നത് നീ നിരീക്ഷിച്ചു കണ്ടില്ലേ എന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. വിഷയം നിഴലുകളാണ്. നമ്മളൊക്കെ തന്നെയും നിഴലുകളെ നിരീക്ഷിച്ചിട്ടുണ്ടാവും. വെളിച്ചം വന്നു തുടങ്ങുന്നതോടെ സൂര്യകിരണങ്ങള് പ്രപഞ്ചത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമുഖത്ത് നമുക്ക് പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതോടെ ഓബ്ജക്ട്സിനൊക്കെ തന്നെ, എല്ലാവിധ ഓബ്ജക്ട്സിനും നിഴലുകൾ ഫോം ചെയ്യുന്നുണ്ട്. നിഴലുകൾ സൂര്യന്റെ ചലനത്തിനനുസരിച്ച് രൂപഭേദം വരുന്നുണ്ട്. അത് വളരെ കുറിയ അവസ്ഥയിൽ ഉള്ളതുണ്ട്. അതിന്റെ ഓബ്ജക്റ്റിനേക്കാൾ വലിപ്പം കൂടിയ ഇരട്ടിയോളം വലിപ്പമുള്ള അല്ലെങ്കിൽ ഇരട്ടിയിലേറെ വലിപ്പമുള്ള വിധത്തിലേക്കൊക്കെ അത് പരിവർത്തിതമാവുന്നുണ്ട്. നമ്മളത് നിരീക്ഷിച്ച് കാണുന്ന ആളുകളാണ്. നേരം പുലർന്ന് സൂര്യൻ ഉദിച്ചുയർന്ന് വരുന്നതോടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന എല്ലാ ഓബ്ജക്ട്സിനും, ജീവനുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയ എന്ത് സംഗതികളുണ്ടെങ്കിലും അതിനൊക്കെയും തന്നെ നിഴലുകൾ ഉണ്ടായി വരും. ഈ നിഴലുകൾക്ക് വലിപ്പ വ്യത്യാസമുണ്ട്. എല്ലാ സമയത്തും ഒരേപോലെയല്ല നിഴലുകളുടെ വലിപ്പമുള്ളത്. നമ്മൾ നമസ്കാരത്തിന്റെ സമയം പഴയകാലത്ത് നിർണയിച്ചിരുന്നത് പോലും പ്രത്യേകിച്ച് പകലിലെ നമസ്കാരത്തിന്റെ നിഴലിന്റെ വലിപ്പത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ്. സൂര്യൻ നെറുകയിലെത്തുന്ന സമയമാണ് ളുഹറിന്റെ സമയമെങ്കിൽ ഒരു വസ്തുവിന്റെ നിഴല് അതിന്റെ ഇരട്ടിയോളം വലിപ്പം ഉണ്ടാകുന്ന ഒരു ഘട്ടം എത്തുമ്പോഴാണ് അസറിന്റെ നമസ്കാരം എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നിഴലിന്റെ വലിപ്പം നമ്മളുടെ നിരീക്ഷണത്തിലുണ്ട്. അത് നിരീക്ഷിക്കാതെ വിടാൻ കഴിയുകയില്ല. അത് സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. മാത്രവുമല്ല, നിഴലാണ് തണലായിട്ടും ഒരു നമുക്ക് വെയിലിൽ നിന്ന് സംരക്ഷണം, സൂര്യതാപത്തിൽ നിന്ന് സംരക്ഷണമൊക്കെ തരുന്ന ഒരു പ്രതിഭാസമൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും പ്രയോജനപ്പെടുത്താറൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു പ്രതിഭാസത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്നാണ് അള്ളാഹുവോട് ചോദിക്കുന്നത്. അലം തറ ഇലാ റബ്ബിക, പ്രവാചകരെ താങ്കള് നിന്റെ റബ്ബിന്റെ ഈ ഒരു ചെയ്തി, കൈഫ മദ്ദല്ലിൽ, നിഴലിനെ അവൻ എങ്ങനെ നീട്ടി വലിയതാക്കി മാറ്റുന്നു എന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? വലൗ ശാഅ ലജഅലഹു സാക്കിന, നിഴലിപ്പോ താങ്കളുടെ നിരീക്ഷണത്തിൽ അത്
അതിന്റെ രൂപവും വലിപ്പവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടാവും. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നിശ്ചലമാക്കാമായിരുന്നു. നിഴല് സൂര്യന്റെ ചലനത്തിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് അങ്ങനെ വളർച്ച പ്രാപിക്കുന്നത്, വലുതായി വരുന്നത് ഈ കാണുന്നുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിഴലിനെ ഇങ്ങനെ വളർച്ചയുള്ള ഒരു സംഗതിയാക്കി, ഒരു പ്രതിഭാസമാക്കി മാറ്റാതെ അതിനെ നിശ്ചലമാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു. സുമ്മ ജഅൽന ശംസ അലൈഹി ദലീല. പിന്നീട് അതിനെ തുടർന്ന് സൂര്യനെ ഈ നിഴലിനുള്ള ഒരു വഴികാട്ടിയാക്കി നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. നിഴൽ ഏത് ദിശയില് വളരുന്നു, വ്യാപിക്കുന്നു എന്നത് തീരുമാനിക്കുന്നത് സൂര്യന്റെ ചലനമാണ്. സൂര്യനെയാണ് അതിന്റെ ഒരു പൈലറ്റ് ആയിട്ട്, അതിന് വഴി നിർണയിച്ചു കൊടുക്കുന്ന ഒരു കക്ഷിയായിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അപ്പൊ നിഴല് എന്ന പ്രതിഭാസം അത് എല്ലാ നേരത്തും ഒരേ ഓബ്ജക്റ്റിന്റെ നിഴല് ഒരേ രൂപത്തിലല്ല, ഒരേ വലിപ്പമല്ല, വ്യത്യസ്തമാണ്. നിഴല് വളർച്ച പ്രാപിക്കുന്നുണ്ട്, വലുതാവുന്നുണ്ട്, ഇരട്ടി വലിപ്പം ഉണ്ടാവുന്നുണ്ട്. ഒരു ഓബ്ജക്റ്റിന് അതിന്റെ അതേ വലിപ്പമുള്ള നിഴലുള്ള സമയമുണ്ട്. അപ്പോ ഈ വിധത്തിൽ നിഴല് വളർച്ച പ്രാപിക്കുന്നത്, അതിന് രൂപമാറ്റം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നിന്റെ റബ്ബ് അതിന് രൂപമാറ്റം ഉണ്ടാക്കുന്നത് നീ നിരീക്ഷിച്ചിട്ടില്ലേ എന്നതാണ് ഇവിടെ ചോദ്യം. വലൗ ശാഅ ലജഅലഹു സാക്കിന. അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നിശ്ചലമാക്കുമായിരുന്നു, അതിനെ ഒരേ വലിപ്പത്തിലുള്ള സ്റ്റേറ്റിക് ആയ ഒരു കണ്ടീഷനിലേക്ക് അതിനെ ലിമിറ്റ് ചെയ്ത് നിർത്തുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഒരു ഓബ്ജക്റ്റിന് അതിന്റെ നിഴല് സ്ഥിരതയുള്ള ഒരു ഷേപ്പിലും വലിപ്പത്തിലും ആക്കി മാറ്റുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരല്ല. ഒരുപക്ഷെ ഭൂമിയല്ലാത്ത വേറെ ഗോളങ്ങളില് അങ്ങനെയുള്ള നിഴലുകൾ അനുഭവപ്പെടുന്നുണ്ടാകാം. കാരണം അത് ഏത് പ്രകാശ സ്രോതസ്സിനെ ആശ്രയിച്ചുകൊണ്ടാണോ അവിടെ നിഴല് ഫോം ചെയ്യുന്നത്, ആ പ്രകാശ സ്രോതസ്സിന്റെ ചലനം ആണ് ഇത് നിർണയിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് വിധത്തിലാണോ അവിടെ ലൈറ്റ് ചെയ്യപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ ഷെയ്ഡ് ഫോം ചെയ്യപ്പെടുക. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത്, അള്ളാഹു നിഴലിനെ വളർച്ചയുള്ളതാക്കി അതിനെ നീണ്ടു പരന്ന് വലുതാവുന്ന വിധത്തിലാക്കി വെച്ചിരിക്കുന്നത് താങ്കൾ നിരീക്ഷിച്ചിട്ടില്ലേ? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ നിശ്ചലമായി, സ്റ്റേറ്റിക്കായി, ഉള്ള അതേ രൂപത്തിൽ എന്നും എപ്പോഴും ഉള്ള വിധത്തിലാക്കി മാറ്റുമായിരുന്നു. അതും അള്ളാഹുവിന് സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിഴല് ഭൂമുഖത്ത് നമുക്ക് അനുഭവപ്പെടുന്ന വിധത്തിൽ അനുഭവപ്പെടുന്നതാക്കി അതിനെ നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഭൂമി അടങ്ങിയിട്ടുള്ള ഈ ജീവമണ്ഡലം അല്ലെങ്കിൽ ഈ ആവാസ വ്യവസ്ഥ, അതിന് പ്രത്യേകമായ ഒരു ക്രമീകരണം നൽകാൻ വേണ്ടി അള്ളാഹു ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതങ്ങനെ തന്നെ വേണ്ടതുമുണ്ട്. നിഴലിന് എപ്പോഴും സൂര്യൻ നെറുകെ വന്ന് നിൽക്കുന്ന അവസ്ഥയിലുള്ള ഒരു രൂപമാണ് നിഴലിനുള്ളതെങ്കിൽ അതിനനുസരിച്ച് പ്രപഞ്ചത്തിന്റെ താപനിലയൊക്കെ, ഭൂമിയുടെ ഉപരിതലത്തിലെ താപനിലയൊക്കെ മാറും. ആ വിധത്തിലുള്ള കാലാവസ്ഥയും ഘടനയും ഒക്കെ ഈ ഭൂമിക്കുള്ളതായിട്ട് മാറും. അത് ജീവിതത്തെ, വിശേഷിച്ച് മനുഷ്യ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കും. അത് പലപ്പോഴും മനുഷ്യ ജീവിതത്തിന് ഏറ്റവും അതൃപ്തികരമായ പല മാറ്റങ്ങളാവും ഉണ്ടാക്കുക. നിഴലിന്റെ ഈ ചായലും ചെരിയലും വലുതായി വരലും ഒക്കെ മനുഷ്യ ജീവിതത്തെ ഭൂമുഖത്ത് അള്ളാഹു പ്രത്യേകമായ രീതിയിൽ ക്രമീകരിക്കുകയും കണ്ടീഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോ നിഴലിനെ അള്ളാഹു നീട്ടി വലുതാക്കി അതിനെ വളർച്ചയുള്ളതാക്കി മാറ്റുന്നത് താങ്കൾ നിരീക്ഷിച്ചില്ലേ?
നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ സ്ഥിരമായിട്ട് അതിനെ നിശ്ചലമായ ഒന്നാക്കി മാറ്റുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇത് സാധ്യമാണോ അല്ലേ എന്നത് നമുക്ക് ആലോചിക്കാം. നിഴല് സൂര്യന്റെ പ്രകാശം കൊണ്ട് മാത്രമല്ലല്ലോ ഉണ്ടാവുന്നത്. നമ്മള് ജനലുകളൊക്കെ അടച്ചിട്ട് റൂമിനകത്ത് ഇരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം ആ ലൈറ്റിന് നിഴലിനെ സൃഷ്ടിക്കാനുള്ള ഒരു കഴിവുണ്ട്. അല്ലെങ്കിൽ എല്ലാ ഓബ്ജക്ട്സിനും നമ്മൾ ഓൺ ചെയ്തിട്ട ലൈറ്റ് കാരണമായിട്ട് ഒരു നിഴല് ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ആ നിഴലിന് രൂപമാറ്റമില്ല, വളർച്ചയില്ല, അതിന്റെ ദിശ മാറുന്നില്ല, ഒന്നുമില്ല. ബൾബിന്റെ പൊസിഷൻ അല്ലെങ്കിൽ ലൈറ്റിന്റെ പൊസിഷൻ നമ്മൾ മാറ്റിയാൽ മാത്രമേ നിഴലിന്റെ ഡയറക്ഷനൊക്കെ മാറ്റണ്ടായി വരുള്ളൂ. അപ്പോ ഈ വിധത്തില് സാക്കിനായിട്ട് നിശ്ചലതയുള്ള ഒരവസ്ഥയിൽ അത് രാത്രി ആയാലും പകലായാലും നിഴല് റൂമിനകത്ത് പ്രത്യേകിച്ച് നമ്മള് ജനലുകളും വാതിലുകളും ഒക്കെ അടച്ചിട്ട അവസ്ഥയിലാണെങ്കിൽ നിഴലിന് വേറെ മാറ്റമൊന്നുമില്ല. ഒരേ രൂപത്തിലും ഷേപ്പിലും വലിപ്പത്തിലും ഒക്കെയാണ് അത് റൂമിനകത്ത് ഉണ്ടാകുക. അപ്പൊ അങ്ങനെ നിശ്ചലതയുള്ള വിധത്തിൽ നിഴലിനെ സംവിധാനിക്കുക എന്നത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഒരു പ്രയാസവും ഉണ്ടായിരുന്ന കാര്യമായിരുന്നില്ല. സുമ്മ ജഅൽന ശംസ അലൈഹി ദലീല. തുടർന്ന് അള്ളാഹു പറഞ്ഞത് ഇതാണ്. ശേഷം അള്ളാഹു ഈ നിഴലിനുള്ള ദലീലായിട്ട്, അതിനുള്ള മാർഗദർശിയായിട്ട്, അതിനുള്ള പൈലറ്റ് ആയിട്ട്, അതിനുള്ള വഴികാട്ടിയായിട്ട് സൂര്യനെ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിഴലിനുള്ള വഴികാട്ടിയായിട്ട്. ദലീൽ എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ഒരു അൺഎക്സ്പ്ലോർഡ് ആയ ഒരു ഏരിയയിലേക്ക് പോകുന്ന ആൾക്ക് വഴിയും ലൊക്കേഷനും ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നേ പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ടൂറിസ്റ്റ് ഗൈഡിനൊക്കെയാണ് ഈ വാക്ക് അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. തെളിവ്, സാക്ഷ്യം എന്നൊക്കെ അർത്ഥത്തിൽ വേറെയും ഈ പദം ഉപയോഗിക്കുന്നുണ്ട് അറബിയിൽ. അപ്പോ സൂര്യനുള്ള ഒരു സാക്ഷ്യമായിട്ട്, ഒരു തെളിവായിട്ട് നിഴലിനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിഴലിന്റെ സാന്നിധ്യം നിർണയിക്കുന്നത് സൂര്യനാണ് എന്ന വളരെ ഡയറക്റ്റ് ആയ പ്ലെയിൻ മീനിങ്ങിൽ ഇതിനെ മനസ്സിലാക്കും. അതിന്റെ ദിശ നിർണയിക്കുന്നത് സൂര്യനാണ്. ഏത് ദിശയിൽ, ഏത് ഡയറക്ഷനിലാണ് നിഴലിന് വളർച്ച ഉണ്ടാവേണ്ടത് എന്ന് നിർണയിക്കുന്നത് സൂര്യനാണ്. ആ നിലക്ക് നിഴലിന്റെ വഴികാട്ടിയായിട്ട് അള്ളാഹു സൂര്യനെ നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ പറയുന്നത് സുമ്മ ഖബദ്നാഹു ഇലൈന ഖബ്ലൻ യസീറ. പിന്നെ നാം അതിനെ മെല്ലെ മെല്ലെ, മന്ദം മന്ദമായിട്ട് അതിനെ അങ്ങ് പിടിച്ചെടുക്കുന്നു. നിഴലിനെ നാം നമ്മുടെ പിടുത്തത്തിലേക്ക് ഒതുക്കി കൂട്ടുന്നു എന്നാണ്. എന്ന് പറഞ്ഞ നിഴല് പിന്നെ ക്രമേണയായിട്ട് അപ്രത്യക്ഷമാവുന്നു. ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു പ്രതിഭാസം അപ്രത്യക്ഷമാവുന്നത് അതിനെ സൃഷ്ടിച്ച റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്നത് കൊണ്ടാണ്. എന്തും അങ്ങനെയാണ്. ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുകയല്ല, അതിനെ അള്ളാഹു തിരിച്ചു പിടിക്കുന്നു. ആ പ്രതിഭാസം പ്രവർത്തനക്ഷമമാകേണ്ടതില്ല ഇനി അങ്ങോട്ട് എന്നത് തീരുമാനിച്ചുകൊണ്ട് അള്ളാഹു അതിനെ തിരിച്ചു പിടിക്കുകയാണ്. ഈ ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. സുമ്മ ഖബദ്നാഹു, നിഴലിനെ പിന്നെ നാം പിടിച്ചെടുക്കുന്നു. അത് മനുഷ്യന്റെ റൂഹിനെ പിടിച്ചെടുക്കുന്നതിന് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആണ് ഈ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സുമ്മ ഖബദ്നാഹു, നിഴലിനെ നാം പിന്നെ തിരിച്ചു പിടിച്ചെടുക്കുന്നു. ഖബ്ലൻ യസീറ, വളരെ എളുപ്പമുള്ള വിധത്തിലുള്ള ഒരു തിരിച്ചു പിടിക്കല്. അപ്പോ നിഴലുകള് ഫോം ചെയ്യുന്നത് രാത്രിയുടെ കൂരി ഇരുട്ട് കഴിഞ്ഞ് പ്രകാശകിരണങ്ങൾ ചക്രവാളത്തില് പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത് മുതല് നിഴല് ഫോം ചെയ്ത് അങ്ങനെ അത് പ്രത്യേക ദിശയിലും വലിപ്പത്തിലും ഒക്കെ വളർച്ച പ്രാപിച്ച് അവസാനം നിഴല് തന്നെ അപ്രത്യക്ഷമാവുന്ന ഒരു പ്രതിഭാസം. ആ നിഴലിന് അങ്ങനെ ഒരു രൂപകൽപ്പന നൽകി അതിനെ പ്രവർത്തനക്ഷമമാക്കിയത് അള്ളാഹുവാണ്. അത്
അപ്രത്യക്ഷമാക്കുന്നതും അള്ളാഹുവാണ്. അവന്റെ അടുക്കലേക്കാണ്, അല്ലെങ്കിൽ അവന്റെ ഉടമസ്ഥതയിലേക്കാണ് നിഴല് അപ്രത്യക്ഷമാവുന്നത്. വേറെ ആരുടെയെങ്കിലും ഒരു പ്രവർത്തനം അല്ലത്, വേറെ ആരെങ്കിലും അങ്ങ് ഏറ്റുവാങ്ങുകയല്ല. അള്ളാഹുവാണ് നിഴലിനെ പ്രവർത്തനക്ഷമമാക്കിയിട്ടുള്ളത്, അതിനെ വളർച്ചയുള്ളതാക്കിയിട്ടുള്ളത്, അതിന്റെ ദിശ നിർണയിച്ചിട്ടുള്ളത്. സൂര്യനെ വെച്ചുകൊണ്ട് അതിന്റെ വളർച്ചയുടെ ഗതി ഏത് ഡയറക്ഷനിലേക്കാവണം എന്നതൊക്കെ അവനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ പകൽ സമയം അവസാനിക്കുന്നതോടെ നിഴലിനെ തിരികെ പിടിക്കുന്നതും നാം തന്നെയാണ് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇത് വളരെയേറെ നമ്മുടെ ശ്രദ്ധയും ചിന്തയും ഒക്കെ അർഹിക്കുന്ന ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണ്. തീർച്ചയായിട്ടും നിഴലിനെ കുറിച്ചും വെളിച്ചത്തെ കുറിച്ചും ഒക്കെ മനുഷ്യൻ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് സംബന്ധമായിട്ട് ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പോലെയുള്ള വിഷയങ്ങളിൽ ഫിസിക്സിന്റെ പല ബ്രാഞ്ചസിലും ഓപ്റ്റിക്സ് പോലെയുള്ള ബ്രാഞ്ചസിൽ അതിനെ കുറിച്ചുള്ള വലിയ പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്താൽ കാണാൻ കഴിയും. മിക്കവാറും എല്ലാ എൻസൈക്ലോപീഡിയകളിലും ഇത് സംബന്ധമായിട്ടുള്ള വളരെ നമുക്ക് പ്രയോജനകരമായ ഒരുപാട് കാര്യങ്ങൾ ലൈറ്റിനെ കുറിച്ചും ഷെയ്ഡിനെ കുറിച്ചും ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. മനുഷ്യൻ അത്രയും വ്യാപ്തിയിൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് എന്നതാണ് അത് വെളിപ്പെടുത്തുന്നത്. അത്രയൊക്കെ പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും പലതും നമുക്ക് അത് സംബന്ധമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് വരും. ഇപ്പൊ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു കല അല്ലെങ്കിൽ ശാസ്ത്ര മേഖല രണ്ടുമാണല്ലോ, അത് കലയുമാണ് ശാസ്ത്രവുമാണ്. ഫോട്ടോഗ്രാഫി സാധ്യമായത് ലൈറ്റിനെയും ഷെയ്ഡിനെയും പ്രയോജനപ്പെടുത്താൻ മനുഷ്യൻ കഴിവാർജിച്ച കാലം മുതലാണ്. വളരെയൊന്നും പഴക്കമുള്ള ഒരു പ്രതിഭാസമല്ലല്ലോ ഫോട്ടോഗ്രാഫി എന്നത്. ഒരു ഏതാനും നൂറ്റാണ്ടുകളുടെ 1-2 നൂറ്റാണ്ടുകളിൽ മാത്രമാണ് ഈ ഫോട്ടോഗ്രാഫി മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. അതിന് വലിയ വിപ്ലവാത്മകമായ മുന്നേറ്റം ആധുനിക ലോകം കൈവരിച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയിൽ. അത് ലൈറ്റും ഷെയ്ഡും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാങ്കേതിക വിദ്യ വളർത്തിയെടുത്തതാണ്. അങ്ങനെ വളർന്നു വന്നു. അതിന്റെ വളരെ വിസ്മയകരമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണല്ലോ മൂവി ഫിലിംസ് ഒക്കെ, സിനിമ രംഗമൊക്കെ വളർന്നു വരുന്നത്. അതൊക്കെ അതിന്റെ ഓഫ് ഷൂട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അത് സംബന്ധമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. പക്ഷെ ഇവിടെ ഖുർആനിൽ ഈ കാര്യം പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കോണ്ടെക്സ്റ്റിലാണ്. ശാസ്ത്രത്തെ സൂചിപ്പിക്കാനോ ദൈവികമായ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്താനോ ഉള്ള ഒരു കോണ്ടെക്സ്റ്റിലോ രീതിയിലോ ഒന്നുമല്ല. ഇവിടെ നടന്നു വരുന്ന ചർച്ചയുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ട് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ആയാത്തുകൾക്ക് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആലങ്കാരികമായ വായനയും ആവശ്യമാണ് എന്നത് വല്ലാതെയൊന്നും അതില് നമുക്ക് ആഴത്തിൽ പോകാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇരുട്ടും വെളിച്ചവുമാണ്. സൂര്യനാണ് ഇരുട്ടിനെ വകഞ്ഞു മാറ്റി അങ്ങനെ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ അത് ഇല്ലാണ്ടാക്കുന്നത്. അങ്ങനെ നമുക്ക് കാണുന്ന പ്രകാശം ഭൂമുഖത്താകെയായിട്ട് പരക്കുകയും ഇരുട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രപഞ്ചമാകെ അള്ളാഹുവിന്റെ പ്രകാശം, അള്ളാഹുവിന്റെ അറിവിന്റെ പ്രകാശം അള്ളാഹു മനുഷ്യന് പകർന്നു നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ അവതരണത്തോടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തോടെയുമായിട്ട് ഭൂമുഖത്ത് ഇരുട്ട് കുത്തി നിന്നിരുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇരുട്ടിനെ
അങ്ങ് ചുരുട്ടിക്കൂട്ടി അങ്ങനെ കൊണ്ടുപോയി വെളിച്ചം അത്തരം ഇടങ്ങളിലൊക്കെ പരക്കുകയും പ്രസരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതിഭാസം പ്രവർത്തനക്ഷമമാവുന്നു എന്നത് നമുക്ക് ചരിത്രത്തിന്റെ പിന്നിട്ട ആ കാലങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് നമുക്ക് കാണാതിരുന്നുകൂടാ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നിശ്ചലമാക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഒരു ഓബ്ജക്റ്റിന്റെ നിഴലിനെ നിശ്ചലമാക്കി എല്ലാ കാലത്തും ആ നിഴല് വിരിക്കുന്ന ഇരുട്ട് അത് അവിടെ നിലനിർത്തുക എന്നത് നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അതിനെ മനസ്സിലാക്കുമ്പോൾ നിത്യമായി അന്ധകാരത്തില് കഴിയുന്ന അവസ്ഥയില് ഒരു സമൂഹത്തെ അവശേഷിപ്പിക്കുക എന്നതൊക്കെ വേണമെങ്കിൽ അള്ളാഹുവിന് സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ മനുഷ്യന് മാർഗദർശനമായിട്ട് ദൈവികമായ വെളിപാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് കൂരിരുട്ടും അന്ധകാരവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളിൽ വെളിച്ചം പ്രസരിപ്പിക്കുക എന്നതും ഇരുട്ടിനെ വകഞ്ഞു മാറ്റുക എന്നതുമൊക്കെ അള്ളാഹു അവന്റെ ഇച്ഛ എന്നുള്ള നിലക്ക് ഇവിടെ ചെയ്തിരിക്കുകയാണ്. അതിന്റെ പേരിൽ ആരൊക്കെ അള്ളാഹുവിനോട് കടപ്പാട് കാണിക്കുന്നു, ആരൊക്കെ നന്ദികേട് കാണിക്കുന്നു എന്നത് വേറൊരു വിഷയം. പക്ഷെ അള്ളാഹു അവന്റെ മശീഅത്ത് എന്നുള്ള നിലക്ക് ഇരുട്ടിനെ വകഞ്ഞു മാറ്റുകയും വെളിച്ചം നേരത്തെ ഇരുട്ട് കുത്തി നിന്നിരുന്ന ഇടങ്ങളിൽ, അന്ധകാരം നിറഞ്ഞു നിന്നിരുന്ന ഇടങ്ങളിൽ വെളിച്ചം പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പൊ ഇത് നിഴലും വെളിച്ചവും സൂര്യനും അതുപോലെ നിഴലും ഒക്കെ ആയിട്ട് മാത്രം പരിമിതപ്പെടുത്തി കാണേണ്ടതില്ല. അള്ളാഹു ഭൂമുഖത്ത് അവന്റെ ഇച്ഛ പ്രകാരം അവന്റെ പ്രകാശം പ്രസരിപ്പിക്കുന്നു, പ്രകാശം പരത്തുന്നു. അതുവഴി പലരുടെയും കണ്ണുകളിൽ നിന്ന് അന്ധകാരത്തെ വകഞ്ഞു മാറ്റുന്നു എന്നത് നമുക്ക് ഈ ആയത്തിന്റെ സൂചനകളിൽ പെടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസൻ വന്നൗമ സുബാതൻ. തുടർന്ന് അള്ളാഹു വേറെ ഒരു പ്രതിഭാസമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. വഹുവല്ലദീ, അവനാണ്, ജഅല ലക്കുമുൽ ലൈല ലിബാസൻ, രാവിനെ നിങ്ങൾക്ക് ഉടയാടകളാക്കി അവൻ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള വസ്ത്രമായിട്ട് രാവിനെ അവൻ സംവിധാനിച്ചു തന്നിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് വസ്ത്രം കൊണ്ട് മനുഷ്യന് ലഭിക്കുന്നത്. ഒന്ന്, അവന്റെ നഗ്നത മറക്കുന്നു. രണ്ടാമത്തത്, അവന് കംഫേർട്ട് നൽകുന്നു. അവന് അത് സുഖപ്രദമാക്കുന്നു. വസ്ത്രമുള്ളത് മനുഷ്യന് ഒരു കംഫേർട്ടാണ്, ഒരു സുഖമാണ്. എല്ലായ്പ്പോഴും അല്ല, എല്ലാ വസ്ത്രങ്ങളും അല്ല. പക്ഷെ ജനറലി നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ വസ്ത്രം നഗ്നത മറക്കുകയും അവന് കൂടുതൽ ആകാരഭംഗിയുള്ളവനാക്കി മാറ്റുകയും അതുപോലെ തന്നെ അവന് കംഫർട്ട് പകർന്നു നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് വസ്ത്രങ്ങൾ. ഇരുട്ടിന്, രാവിന്റെ ഇരുട്ടിനും അങ്ങനെ ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട് എന്നത് കാണാൻ കഴിയും. മനുഷ്യന്റെ ജീവിതത്തില് നേരത്തെ നമ്മൾ സൂറത്തുൽ നൂറില് മനസ്സിലാക്കിയ 3 സ്വകാര്യ സന്ദർഭങ്ങളുണ്ട്, 3 സ്വകാര്യതയുടെ സമയങ്ങൾ. സലാസു ഔറാത്ത് എന്ന വിധത്തിൽ അതിനെ പരാമർശിച്ച് നമ്മൾ കണ്ടതാണ്. ആ 3 സന്ദർഭങ്ങളും അതിൽ 2 രാത്രിയാണ്. ഒന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു മയക്കത്തിന്റെ സമയമാണ്. ഇവിടെയൊക്കെ തന്നെ മനുഷ്യന് ഇപ്പോ ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കത്തിന്റെ സമയമാണെങ്കിലും കൃത്രിമമായ ഒരു ഇരുട്ട് അവന്റെ ആ വിശ്രമ സമയവും കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ജനലുകളും വാതിലുകളും ഒക്കെ അടച്ച് ലൈറ്റൊക്കെ അണച്ച് ഒന്ന് വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഒന്ന് വിശ്രമിക്കാൻ കിടക്കുന്ന ഒരു നേരമായിട്ട് നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കംഫർട്ട് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ രാവിലെ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നതിന് ഒരുപാട് താല്പര്യങ്ങൾ അതിലുണ്ട്. പ്രാപഞ്ചികമായ, പ്രകൃതിപരമായ ഇവിടുത്തെ പല പ്രതിഭാസങ്ങളുടെയും
പ്രവർത്തനക്ഷമത പോലും ആശ്രയിച്ചിരിക്കുന്നത് രാവ് പകല് എന്ന വിധത്തില് ഉള്ള ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണ്. അത് മാത്രമല്ലാത്ത ചില തലങ്ങളുണ്ട് എന്നതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ. ആത്യന്തികമായിട്ട് മനുഷ്യ ജീവിതത്തെ ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയാണ് ഭൂമുഖത്തിന്റെ ഇത്തരം പ്രത്യേകതകളെ അള്ളാഹു രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ. രാവിനെ അവൻ നിങ്ങൾക്ക് വസ്ത്രമായിട്ട് രൂപകൽപ്പന ചെയ്ത് തന്നിരിക്കുന്നു. മനുഷ്യന്റെ സ്വകാര്യതകൾക്ക് വസ്ത്രം ആവരണമായിട്ട് പറ്റാത്ത സമയങ്ങൾ ഉണ്ടാകും. എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത്തരം സന്ദർഭങ്ങളിൽ അവന്റെ ഒരല്പം സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് അവന് കംഫർട്ടബിൾ ആയിട്ട് വിശ്രമ സമയം പ്രയോജനപ്പെടുത്തണമെങ്കിൽ വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ടൊക്കെ, പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ടൊക്കെ എങ്കിലും വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെക്കുകയും അങ്ങനെ റിലാക്സ്ഡ് ആവാൻ സാധിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അവന് എക്സ്പോസ്ഡ് ആവാതിരിക്കുന്നത് രാവിന്റെ ആ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇരുട്ട് പ്രൊവൈഡ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോ വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ. രാവിനെ നിങ്ങൾക്ക് സുഖപ്രദമാക്കുന്ന വസ്ത്രമാക്കി സംവിധാനിച്ചിട്ടുള്ളത് അവനാണ്. വന്നൗമ സുബാത്ത. ഉറക്കത്തെ നിങ്ങൾക്കുള്ള വിശ്രമമായിട്ടും അവൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അതും ചെയ്തിട്ടുള്ളത് അള്ളാഹുവാണ്. ഉറക്കം എന്നത് രാവിനെ പോലെ തന്നെ മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. രാവില്ല, തുടരെ പകല് തന്നെയാണ് എങ്കിൽ നമുക്ക് വളരെ അചിന്ത്യമായ വിധത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ അതുകൊണ്ട് നേരിടേണ്ടി വരും എന്നത് ഉറപ്പാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് ആലോചന കൊണ്ടുപോകാം. പക്ഷെ അത് ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതേപോലെ ഉറക്കം എന്നത്, ഉണർവ് ഒരു വളരെ അനിവാര്യതയുള്ള ഒരു കാര്യമാണ് എന്ന പോലെ തന്നെയാണ് ഉറക്കം. അത് മനുഷ്യന് ഏറ്റവും ഏറെ പ്രയോജനകരമായ ഒരു വിശ്രമമാണ്. വിശ്രമ സമയം ഒരല്പം ഒന്ന് മയങ്ങി എണീക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കംഫർട്ട് ഉണ്ടാക്കുന്ന, അവനെ വളരെ ഫ്രഷ് ആക്കി മാറ്റുന്ന ഒരു സംഗതി. ഈ ഉച്ച ഉറക്കത്തിന്റെ വലിയൊരു മാന്ത്രികത അതിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു നാപ്പ് ചെയ്ത്, ഒരു പവർ നാപ്പ് എന്നൊക്കെയാണ് ഇപ്പൊ ആളുകൾ അതിനെപ്പറ്റി പറയാറുള്ളത്. കമ്പനികളൊക്കെ അത് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒന്ന് നീണ്ടു നിവർന്ന് ഒന്ന് കൂർക്കം വലിച്ചെണീറ്റിട്ട് കമ്പനിയിലെ തൊഴിലാളികളും ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് മുഖം കഴുകി വീണ്ടും ജോലിയിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞാൽ പുതിയൊരു ദിവസം പോലെ ഉന്മേഷത്തില് അതുപോലെ ഊർജ്ജസ്വലതയോട് കൂടിയൊക്കെ കാര്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് സാധിക്കും എന്നത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മിക്ക കമ്പനികളുടെയും HR, ഹ്യൂമൻ റിസോഴ്സ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പോ വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ. രാവിനെ വസ്ത്രമാക്കി രൂപകൽപ്പന ചെയ്തു തന്നതും, അതുപോലെ വന്നൗമ സുബാത്ത. ഉറക്കിനെ വിശ്രമമാക്കി മാറ്റിയതും. ഉറക്കമില്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെയുള്ള ചില രോഗാവസ്ഥകളിലുള്ള ആളുകളുണ്ട്. പക്ഷെ അത് അതിവിശിഷ്ടമായ ഒരു ദൈവിക അനുഗ്രഹമാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടും. ഉറക്കമില്ലായ്കയുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ അല്പമൊക്കെ അത് നേരിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പൊ അത് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള വലിയൊരു സംവിധാനമാണ്, ഒരു അനുഗ്രഹമാണ്. വന്നൗമ സുബാത്ത. എന്നിട്ട് അള്ളാഹു പറയുന്നത് വജഅലൻ നഹാറ നുശൂറ. പകലിനെ അവൻ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പാക്കി തന്നിരിക്കുന്നു എന്നാണ്. പകലിനൊരു റിസറക്ഷൻ ആക്കിയിട്ട് മരണാനന്തരം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന പുനരുത്ഥാനത്തെ പരാമർശിക്കാൻ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് നുശൂർ എന്നുള്ളത്. പകലിനെ അവൻ നുശൂറാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ
പകലിനെ വലിയ ഉന്മേഷത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രക്രിയയാക്കി അള്ളാഹു വെച്ചിരിക്കുകയാണ്. രണ്ടു നിലക്ക് ആശയപ്രധാനമായതാണ് ഈ ഒരു പ്രസ്താവന. ഓരോരുത്തരും ഒരു രാത്രിയിലെ ഉറക്കം കഴിഞ്ഞ് ഉണർന്ന് പകലിലേക്ക് കണ്ണു തുറന്ന് എണീക്കുന്നത് വീണ്ടും ഉന്മേഷപ്രദമായ ഒരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവായിട്ടാണ്. ഇതേപോലെയാണ് മരണശേഷം ഓരോരുത്തരും പുതിയ ജീവിതത്തിലേക്ക് കണ്ണു തുറന്ന് വരുന്നത് എന്നത് പരോക്ഷമായിട്ട് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് കാണാം. നുശൂർ എന്നത് മരണാനന്തരം പുനർജീവിപ്പിക്കപ്പെടുന്ന പ്രക്രിയയെക്കുറിച്ച് പരാമർശിക്കാൻ വേണ്ടി ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അത് പകലിന്റെ ഉന്മേഷത്തിലേക്കുള്ള തിരിച്ചുവരവിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോ വജഅലൻ നഹാറ നുശൂറ, പകലാണ് ഭൂരിഭാഗം മനുഷ്യരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളൊക്കെ ചെയ്യുക, ജോലി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ, വലിയ പദ്ധതികൾ നടപ്പിലാക്കുന്നത്, ഇപ്പോ ഗവൺമെന്റിന്റെയും കമ്പനികളുടെയും ഒക്കെ വലിയ വലിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നത്, അതൊക്കെ പകല് നേരത്താണ്. കാര്യമായിട്ട് മനുഷ്യന് ആയോധനം, അധ്വാനം, പ്രയത്നങ്ങൾ, പല കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുന്ന വിധത്തില് ഊർജ്ജസ്വലതയും ഉന്മേഷവും ഒക്കെയുള്ള വിധത്തില് കാര്യങ്ങള് പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷന് ഒക്കെ കണ്ടെത്തുന്ന അനുയോജ്യമായ സമയമായിട്ട് പകലിനെയാണ് കാണുന്നത്. അപ്പൊ ഉറക്കം കഴിഞ്ഞ് പകലിലേക്ക് കണ്ണു തുറക്കുന്നത് വീണ്ടും ഉന്മേഷവാനായിക്കൊണ്ട് ജീവിതത്തിന്റെ ആ ചടുലതയിലേക്കുള്ള തിരിച്ചു വരവായിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മരണശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന പ്രക്രിയ എന്നാണ് പരോക്ഷമായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങള് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന പ്രതിഭാസങ്ങളായി നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് അത് താനെ ഉണ്ടായതല്ല, അള്ളാഹു അങ്ങനെ ആസൂത്രണം ചെയ്തു വെച്ചതുകൊണ്ടാണ് എന്നതാണ് അള്ളാഹുവിടെ ഊന്നിപ്പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ വിധത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് തുടർന്നുള്ള ആയത്തുകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.